അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തെരുവു നായ കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ തെരുവു നായ്ക്കളുടെ ശല്യം അധികരിച്ചു കൊണ്ടിരിക്കുന്ന അത്യാസന്നമായൊരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കാനോ തന്നെ പേടിയാണ്. കാരണം എന്താ, തെരുവു നായ്ക്കളുടെ ശല്യം. എവിടെ നോക്കിയാലും നായ് മക്കളെന്തെങ്കിലും ചെയ്യോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുന്നവരെ നമുക്ക് പേടിയായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നിത്യസമയവും പേടിയിലാണ് നമ്മൾക്ക് കഴിഞ്ഞു പോകാറുള്ളത്. രാത്രിയിൽ ഇതുപോലുള്ള സ്വപ്നം കാണാനും സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കളുടെ ശല്യങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ നായ്ക്കളെ ചിന്ത മാത്രമേ എപ്പോഴും എന്താവുള്ളൂ, നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധ്യത ഏറെയാണ്. ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇബ്നു സീരി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 213 പേജിൽ പറയുന്നു, നായയെ മാത്രമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ കേട്ടോ, നായയെ മാത്രമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് മാത്രമേ അതിന് വ്യാഖ്യാനമുള്ളൂ. ഒരു മനുഷ്യൻ, ഒരു അടിമ, അത്ര മാത്രമേ എന്തുള്ളൂ, അതിന് വ്യാഖ്യാനമുള്ളൂ. ഇനി നായ കടിക്കുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ, നായ കടിക്കുന്നതാണ് എന്തായത് സ്വപ്നം കണ്ടത്, അങ്ങനെയുള്ള സ്വപ്നമാണെങ്കിൽ നായയുടെ ഭാഗത്ത് നിന്നും എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നാണ് വ്യാഖ്യാനം. നായയുടെ ഭാഗത്ത് നിന്നും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, നായ ഓടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലാഹു ആലം. മനസ്സിലായോ? ഇനിയുള്ളത്, നായ പിറകെ വന്നു കടിച്ചു കീറുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ, നായ നമ്മളെ പിറകെ വന്നു ഓടിച്ചു കടിച്ചു കീറുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഒരു മോശമായ മനുഷ്യൻ ഈ സ്വപ്നം കണ്ട വ്യക്തിയുടെ അഭിമാനം വലിച്ചു കീറുമെന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം ഉണ്ടല്ലോ അല്ലേ, അഭിമാനം. ആ അഭിമാനം ഒരു മോശമായ വ്യക്തി വലിച്ചു കീറും എന്നാണ് ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാനായ ഇബ്നു സീരി എന്നവർ അവരുടെ കിതാബിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള ചീത്തയായ മോശമായ മനുഷ്യരിൽ നിന്ന് നമ്മുടെ അഭിമാനം പോകാതെ കാത്തു സൂക്ഷിച്ചു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.